വണക്കം അണ്ണാച്ചി. വണക്കം. എൻ്റെ കാസ്റ്റർ കാര്യം എന്തായി? കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് പറയാൻ എന്നോടല്ലോ ഞാൻ വരാൻ പറഞ്ഞത്. എവിടെയുണ്ട് സാർ? അണ്ണൻ്റെ കാശിൻ്റെ കാര്യം പറയാൻ 2 ആഴ്ച മുന്നേ കൂട്ടി ഞാൻ വിളിച്ച. ഇപ്പം വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. அப்படியா? 2 வாரமா ஃபோன் எடுக்கலையா? உன் ஃபோனை கொடு. ரஹீம், உன் ஃபோனை வாங்கு. கொடு. എന്താ കുമാറേ, നീളെ കണ്ടോ? എന്താ നിന്റെ അണ്ണാച്ചി പറയുന്നേ? എന്തൊക്കെയുണ്ട് സാർ? നിങ്ങളുടെ ബിസിനസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അണ്ണാച്ചി ഞാനിങ്ക കൊഞ്ചം പ്രശ്നയിലിരിക്കെ. മലയാളത്തിലേ പേസ. വിളിച്ചപ്പം ഫോൺ എടുക്കായിരുന്നതേ, ഇവിടെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ടാ അണ്ണാച്ചി തന്ന പൈസ കൊണ്ട് എടുത്ത പടവേ ഇവിടെ ഫ്ലോപ്പായി പോയി. അതാ ഞാൻ പൈസ തരാനായിട്ട്. ഫ്ലോപ്പോ? படத்தோட சக்ஸஸ் மீட் யூடியூப்ல பார்த்தோம். என்ன சார் ஏமாத்த பார்க்குறியா? பணம் என்ன ரோட்டில் குட்டி கிடக்கு, வர்றவன் போகிறதுக்குலாம் அள்ளி விடுறதுக்கு. உண்மையிலேயே நீ கஷ்டப்படுறேன்னா இப்போ நான் உனக்கு ஹெல்ப் பண்ண ரெடி. ஆனால் நம்பிக்கை துரோகம் பண்ண என்னால் தாங்கிக்க முடியாது. மரியாதையாக பணத்தை கொடுத்துரு, இல்லைன்னா என்னோட வேற ஒரு முகத்தை பார்ப்பேன். എൻ്റെ അണ്ണാച്ചി പേടിപ്പിക്കല്ലേ? അയ്യോ സാർ, ഞാൻ നിങ്ങളെ പേടിപ്പിച്ചതല്ല. ഇനി കാശിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ നിങ്ങളെ വിളിക്കുന്നില്ല. உனக்கு 2 நாள் டைம் கொடுக்குறேன். அதுக்குள்ள நீ நேரில் வந்து செட்டில் பண்ணிடணும். இல்லை நீ பணம் வாங்கும்போது கொடுத்திய பினாமி டாக்குமெண்ட்ஸ், அதில் இருக்கிற வீடு, എസ്റ്റേറ്റ്, കാറ് അത്തനെയും തൂക്കിടും. അല്ല, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അണ്ണൻ പറയുന്നത്? நீ நேரில் வா, பேசிக்கலாம். சென்னையிலிருந்து மூர்த்தி சார் கூப்பிட்றாரு. நாளைக்கு வரும்னு சொல்லு சார். சரி, கொடு, நானே பேசிடுறேன். அண்ணா, தம்பியை நாளைக்கு அனுப்பிச்சி வைக்கிறேன். நல்லபடியாக பார்த்து 2 நாளில் முடிச்சு அனுப்புங்க. சரிங்க அண்ணா. അവര് വന്നിട്ട് എന്തായി? എന്തിനാ ഇങ്ങനെ ടെൻഷൻ? ആ പൈസയുടെ കാര്യം മറക്കാൻ പറഞ്ഞതല്ലേ? നമുക്ക് വേണ്ടതൊക്കെ ഇവിടുന്ന് വർഷാവർഷം ഇരട്ടിയായി കിട്ടുന്നുണ്ടല്ലോ. நம்மகிட்ட பணத்தை வாங்கிட்டு கோடி கோடியா சம்பாதிச்சுட்டு திருப்பி கேட்கும் போது ஏமாத்த பார்க்கறான்டி. ഈ വന്നു പോയവരൊക്കെ ആരാണെന്ന് മാലി 2-3 തവണയായി ചോദിക്കുന്നു. அவன் ரொம்ப கோவக்காரன். இவன் நம்மளை ஏமாத்துறான்னு அவனுக்கு தெரிஞ்சா டென்ஷன் ஆகி பெரிய பிரச்சனை பண்ணிடுவான். എങ്കിലും சார், இப்போ 2 நாளைக்கு அப்புறம் அவன் பிறந்த நாள் வருதுல்ல, அப்போ அவனுக்கு ஒரு சர்ப்ரைஸ் கிஃப்ட் வச்சிருக்கேன். അന്ന് ഞാൻ അത്രയും പറഞ്ഞ് അവനക്ക് മനസ്സിലാക്കും. മതിയോ? നിങ്ങൾ തലയും വാലും കൂടി എന്താന്ന് വെച്ചാ അയക്കും. ഞാൻ പൂങ്കുഴലിയുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അവളവിടെ ഒറ്റയ്ക്ക്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാലേ, എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ ഇപ്പം ചെയ്യണം. ആ വാല് 2 ദിവസം അവിടെ ഇല്ല. ചെന്നൈക്ക് പോവാ. അണ്ണാ, ഇതാണ് ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് പറ്റുകയില്ലെങ്കിൽ വിട്ടേക്ക്. പക്ഷെ രംഗണ്ണ, നിങ്ങളെയൊക്കെ അവമാനിച്ച് വീടിൻ്റെ പുറത്തിറങ്ങാൻ പറ്റാതാക്കിയിട്ട് അവനും അവളും കൂടെ നാളെ ശാന്തി മുഹൂർത്തം ആഘോഷിക്കും. നിങ്ങൾ ആലോചിച്ച് എന്താന്ന് വെച്ചാ ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അണ്ണൻ എഴുന്നേക്കുമ്പോൾ ഞാൻ പോയിന്ന് പറഞ്ഞാൽ മതി. ഉറക്കത്തിൽ വിളിച്ച് ശല്യപ്പെടുത്തണ്ട. നീ എപ്പോഴാ തിരിച്ചു വരുന്നത്? പോയ കാര്യം കഴിഞ്ഞാൽ ഞാൻ ഉടൻ അടി വിടുന്നു. ആ സ്വീറ്റ്സ് സാറിന് കൊടുക്കണേ. നീ തിരിച്ചു വരുമ്പോ പെരുമാൾ കോവിലിൽ കയറിയിട്ട് വന്നാ മതി. അവിടെ എന്താ വിശേഷം? നാളെ കഴിഞ്ഞ നിന്റെ പിറന്നാളാ. ഓ, അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ആണല്ലേ നാളെ കഴിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അണ്ണൻ നിനക്കൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. എന്ത് ഗിഫ്റ്റാ? അത് സർപ്രൈസ്.
நாளை காலைல புறப்பட்டுக்கலாமே. எத்தனை தான் உனக்கு சொல்கிறது ராத்திரியில் கார் பயணம் வேணான்னு. சரி புறப்பட்டா வந்துட்டேன், சூதானமா வா. அண்ணா அவர் கீழே வந்திருக்காரு. வர சொல்லு. சரிங்கண்ணே. வாங்க மேனன் சார், உட்காருங்க. நீங்கள் மட்டும்தான் വന്നീங்களா? അയ്യാ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാ നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ സംസാരിക്കാഞ്ഞത്. இதுக்கு முன்னாடி இதை விட மோசமான சூழ்நிலையில் இருந்தீங்க. உங்கள் ப்ராப்பர்ட்டியெல்லாம் வச்சுக்கிட்டு உங்களை நம்பி எந்த ஃபைனான்சியலும் பணம் கொடுக்கல, நான் தான் കൊടുத்தேன். എന്നെ ഏമാത്ത നിனைக்கலாமா? നിങ്ങളിപ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ പൈസ തരാൻ എന്നെ കൊണ്ട് പോലും നിവർത്തിയില്ല. അതുകൊണ്ട് ഞാൻ അയ്യാക്ക് എഴുതി തന്ന എൻ്റെ പ്രോപ്പർട്ടിയിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് എനിക്ക് കുറച്ച് പൈസ തന്ന് സഹായിക്കണം. ഒരു പ്രോജക്റ്റ് ചെയ്യാണ്ട് പിടിച്ചു നിൽക്കാനാവില്ല. நீங்கள் கொடுத்துருக்கிற ப்ராப்பர்ட்டிஸ்க்கு இதுக்கு மேலே யாராலையும் பணம் கொடுக்க முடியாது. சரி, நான் ஒரு ஐடியா கொடுக்குறேன். நீங்கள் ஒரு படம் ப்ரொடியூஸ் பண்ணுங்க, நான் அதுக்கு பணம் தர்றேன். நீங்கள் எனக்கு கொடுக்க வேண்டிய பழைய பணம் எதுவும் கொடுக்கவும் வேண்டாம். எனக்கு ஒரு தம்பி இருக்கான், நீங்கள் அவனை பார்த்ததில்ல, ரொம்ப அழகாக இருப்பான், சினிமாவில் நடிக்கணும்னு வெறியாக இருக்கான். அவனை ஹீரோவை வச்சு இந்த ப்ராஜெக்டை பண்ணுங்க. என் கண்டிஷன் அவ்வளோதான். അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലല്ല. அப்படின்னா பிரதாப்ட சொன்ன மாதிரி எல்லா சொத்தையும் விற்று என் பணத்தை எடுத்துக்குவேன். അങ്ങനെയുള്ള കടുത്ത തീരുമാനമൊന്നും എടുക്കല്ലേ അണ്ണാച്ചി. അണ്ണാച്ചി, ഞാൻ വേഗം കാര്യത്തിലോട്ട് വരാം. ഈ നിൽക്കുന്ന മേനോൻ സാറ് അണ്ണാച്ചിയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പൈസയ്ക്ക് പകരം വെച്ചിട്ടുള്ള സ്വത്തുക്കളുടെ ബിനാമി മുതലാളിമാരാണ് ഞങ്ങൾ ഈ പാവങ്ങൾ. പിന്നെ അണ്ണാച്ചി പറഞ്ഞ പോലെ ഒരു തമിഴ് ചെക്കനെ പിടിച്ച് മലയാള സിനിമയിൽ അഭിനയിപ്പിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. കാര്യം മേനോൻ സാറ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്താണെങ്കിലും അതൊക്കെ ഇപ്പോൾ ഞങ്ങളുടെ പേരില്ല. അതെല്ലാം കൂടെ പെട്ടെന്നൊരുത്തം വന്ന് വിഴുങ്ങാന്ന് വെച്ചാ അത് സഹിക്കാൻ പറ്റുമോ അണ്ണാച്ചി? പിന്നെ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഈ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടൊക്കെ എത്ര നാളെന്ന് വെച്ചാൽ ഇവൻ്റെയൊക്കെ മൂടും താങ്ങി നിൽക്കുന്നത് ഭയങ്കര ബോറടിയാ. പിന്നെ ഇപ്പം ആകെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്തോന്നണ്ണാച്ചിയത്? കുറച്ച് കാശ് കടം മേടിച്ച് തിരിച്ചു തരാൻ വൈകിയെന്ന് പറഞ്ഞ് മേനോൻ സാറിനെ കൊല്ലണമായിരുന്നോ? എവിടെയാ നമ്മുടെ ഡോക്യുമെന്റ്സ് ഇരിക്കുന്നത്? ആ ഡോക്യുമെന്റ്സ് എവിടെ? നമ്മൾ ഇങ്ങനെ ചോദിച്ച അണ്ണാച്ചി തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. பயப்பட, உனக்கு ஒன்றாகாது, உனக்கு ஒன்றாகாது, நான் இருக்கேன்.
നിന്നെ തീർക്കാനാ ഞങ്ങൾ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇവർക്ക് നിന്നെ വേണോന്ന് ഈ കുമാർ പറയുന്നത്. അപ്പൊ പിന്നെ ഞങ്ങളങ്ങ് ജോയിന്റ് ആയി. இன்னைக்கு உன் தம்பிக்கு சாந்தி முகூர்த்தம் இல்லடா, சாவு முகூர்த்தம். ഇയാളെ കൊണ്ട് മൊത്തം ലാഭമാണല്ലോ പ്രതാപ. നമ്മൾ അവസാനത്തേക്ക് ബാക്കി വെച്ചിരുന്ന പണി പുള്ളി ആദ്യമേ തന്നെ അങ്ങ് ചെയ്ത് തീർത്തു. അയ്യോക്കിയോ പയല നമ്മ വെച്ച് ഏമത്തിരോ മകനെ. പോയിട്ട് എവിടെന്നെങ്കിലും ആ ഡോക്യുമെന്റ്സ് തപ്പി എടുത്തോണ്ട് വാ. ചെല്ലേ. കിട്ടിയോ? ഇതിനു വേണ്ടിയായി മെനക്കെട്ടതൊക്കെ. നജി, ഈ ഡോക്യുമെന്റ് കയ്യിലുണ്ടെന്ന ബലത്തിലല്ലേ നീ ഫോൺ ചെയ്ത് ഞങ്ങൾ ഈ വിരട്ടൊക്കെ വിരട്ടിയത്? ലടാ കോപ്പേ, ഇത് കോടിക്കണക്കിന് രൂപയുടെ മുതലാ. നിന്നെ കൊന്നിട്ടാണെങ്കിലും ഇതെടുത്തിട്ടേ ഞങ്ങൾ പോകും. കണക്ക് തീർക്കുമ്പോ അത് എപ്പോ എവിടെ വെച്ച് എന്നതൊന്നും പ്രശ്നമല്ല, തീർത്തിരിക്കണം. പിന്നെ കൊന്നവനും കൊല്ലിച്ചവനും ഒക്കെ ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഞാനൊരു പോലീസുകാരനായതുകൊണ്ട് പറയല്ല, ഞങ്ങളെ തേടി ഒരു നിയമം വരില്ല. അതങ്ങനെയാ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു തെളിവും ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. വരട്ടു മടക്കണ. ഹലോ പപ്പ, ഇയാള് തീർന്നു.